നമസ്കാരം. അറിയാം ജ്യോതിഷം അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചതുപോലെ ജ്യോതിഷചക്രത്തിലെ 12 രാശികൾക്കും സ്വരൂപം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മേടൻ രാശി ആടിൻ്റെയും ഇടവം കാളയുടെ ആകൃതിയും, മിഥുനം ഗദാധാരിയായ പുരുഷനും വീണാധാരിണിയായ സ്ത്രീയും ദമ്പതിമാരായി നിൽക്കുന്നതുപോലെയും, കർക്കിടകം ഞണ്ടിൻ്റെ ആകൃതിയും, ചിങ്ങം സിംഹത്തിൻ്റെ ആകൃതിയും, കന്നി ഒരു കൈയിൽ തീയും മറുകൈയിൽ നെൽക്കതിരും ധരിച്ച് ഒരു തോണിയിൽ സഞ്ചരിക്കുന്ന സ്ത്രീയെപ്പോലെയും, തുലാം ത്രാസും കയ്യിൽ പിടിച്ച് വാണിഭം നടത്തുന്ന പുരുഷൻ്റെ ആകൃതിയിലും, വൃശ്ചികം തേളിൻ്റെയും, ധനു അരയ്ക്ക് താഴെ കുതിരയുടെയും മുകളിൽ പുരുഷൻ്റെയും രൂപത്തിലുള്ള ഒരു പുരുഷൻ വില്ലും അമ്പും ധരിച്ച് നിൽക്കുന്നതായും, മകരം മാനിൻ്റെ മുഖവും മുതലയുടെ ദേഹവുമുള്ള ഒരു രൂപവും, കുംഭം ചുമലിൽ കുടവുമായി നിൽക്കുന്ന പുരുഷൻ്റെ ആകൃതിയിലും, മീനം വാലും തലയും അന്യോന്യം ബന്ധിച്ച് വട്ടത്തിൽ നിൽക്കുന്ന 2 മത്സ്യങ്ങളുടെ ആകൃതിയിലുമാണ്. ഇതാണ് രാശികളുടെ സ്വരൂപം എന്ന് പറയുന്നത്. ജ്യോതിഷചക്രത്തിലെ 12 രാശികൾക്കും അധിപന്മാരുണ്ട്. ഇവരെ നമ്മൾ ജാതകത്തിൽ രാശ്യാധിപന്മാർ എന്ന് വിളിക്കുന്നു. ചിങ്ങം മുതൽ മകരം വരെയുള്ള രാശികൾ സൂര്യൻ്റെ ആധിപത്യത്തിലും, കർക്കിടകം മുതൽ കുംഭം വരെയുള്ള 6 രാശികൾ ചന്ദ്രൻ്റെ ആധിപത്യത്തിലുമാണ്. സൂര്യൻ്റേതായ രാശികളെ സൗരരാശികളെന്നും ചന്ദ്രൻ്റെ ആധിപത്യമുള്ള രാശികളെ ചന്ദ്രരാശികളെന്നും പറയുന്നു. സൂര്യനും ചന്ദ്രനും ഓരോ രാശികൾ ആണ് ആധിപത്യമുള്ളത്. എന്നാൽ മറ്റ് 6 രാശികളുടെ നിയന്ത്രണമുണ്ട് എന്നർത്ഥം. സൂര്യന് താഴെ സൂര്യന് ചിങ്ങം മുതൽ മകരം വരെയും, ചന്ദ്രന് കർക്കിടകം മുതൽ മകരം വരെയുമാണ്. മറ്റ് ഗ്രഹങ്ങൾക്ക് ഒരു സൗരരാശിയും ഒരു ചന്ദ്രരാശിയും ലഭിക്കുന്നുണ്ട്. ഉദാഹരണമായി സൂര്യൻ്റെ അടുത്ത രാശിയായ കന്നിയുടെ അധിപൻ ബുധനാണ്. ഇത് സൗരരാശിയാണ്. അതുപോലെ ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിൻ്റെ പിന്നോട്ടുള്ള രാശി മിഥുനം, ഇതിൻ്റെയും ആധിപത്യം ബുധനാണ്. അങ്ങനെ ബുധന് 2 രാശികളുടെ ആധിപത്യം വന്നു, ഒരു സൗരരാശിയും ഒരു ചന്ദ്രരാശിയും. ഇതുപോലെ ശുക്രന് തുലാം ഇടവം രാശികളുടെയും, ചൊവ്വയ്ക്ക് മേടം വൃശ്ചികം രാശിയുടെയും, വ്യാഴന് ധനു മീനം രാശികളുടെയും, ശനിക്ക് മകരം കുംഭം രാശികളുടെയും ഉടമസ്ഥാവകാശം വന്നു. ഓരോ രാശി വീതം സൗരരാശിയും ഓരോന്ന് ചന്ദ്രരാശിയും. ഓരോ ഗ്രഹങ്ങൾക്കും ആധിപത്യമുള്ള രാശികളും അവയുടെ സ്വക്ഷേത്രങ്ങളുമാണ്. ഇതിൽ തന്നെ മൂലക്ഷേത്രവുമുണ്ട്. സ്വക്ഷേത്രങ്ങളിൽ തന്നെ മൂലക്ഷേത്രവുമുണ്ട് എന്നർത്ഥം. സൂര്യൻ്റെ മൂലത്രികോണം ചിങ്ങം രാശിയുടെ ആദ്യത്തെ 20 ഭാഗയും ബാക്കി 10 ഭാഗ സ്വക്ഷേത്രവുമാണ്. ചന്ദ്രൻ്റെ മൂലത്രികോണ രാശി ഇടവം, സ്വക്ഷേത്രം കർക്കിടകവും. കുജൻ്റെ മൂലക്ഷേത്രം മേടത്തിൻ്റെ ആദ്യത്തെ 12 ഭാഗയും ബാക്കി 18 ഭാഗ സ്വക്ഷേത്രവുമാണ്. ബുധൻ്റെ മൂലത്രികോണ രാശി കന്നിയിലെ 15 മുതൽ 20 വരെയുള്ള ഭാഗയാണ്, ബാക്കി സ്വക്ഷേത്രം. വ്യാഴൻ്റെ മൂലക്ഷേത്രം ധനുരാശിയിലെ ആദ്യത്തെ 10 ഭാഗ, ബാക്കി 20 ഭാഗ സ്വക്ഷേത്രം. ശുക്രൻ്റെ മൂലക്ഷേത്രം തുലാത്തിൻ്റെ ആദ്യ 5 ഭാഗയും ബാക്കി 25 ഭാഗ സ്വക്ഷേത്രവുമാണ്. ശനിയുടെ മൂലക്ഷേത്രം കുംഭം രാശിയുടെ ആദ്യത്തെ 20 ഭാഗയും ബാക്കി 10 ഭാഗ സ്വക്ഷേത്രവുമാണ്. സ്വക്ഷേത്രം മൂലക്ഷേത്രം പോലെ തന്നെ ഗ്രഹങ്ങൾക്ക് ഉച്ചക്ഷേത്രവുമുണ്ട്. സ്വക്ഷേത്രത്തിൽ ഗ്രഹങ്ങൾക്ക് പകുതി ബലവും, മൂലത്രികോണത്തിൽ 3/4 ബലവും, ഉച്ചക്ഷേത്രത്തിൽ പൂർണ്ണ ബലവുമാണുള്ളത്. ആദിത്യൻ്റെ ഉച്ചക്ഷേത്രം മേടൻ രാശിയിലെ ആദ്യത്തെ 10 ഭാഗങ്ങളിലാണ്. അതിൽ 10ാം ഭാഗം പരമോച്ചം അല്ലെങ്കിൽ അത്യുച്ചം എന്ന് പറയപ്പെടുന്നു. ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രം ഇടവൻ രാശിയിലെ ആദ്യത്തെ 3 ഭാഗയാണ്. ഇത് അത്യുച്ചവുമാണ്. മകരത്തിലെ 28 ഭാഗ വരെ ചൊവ്വയുടെ ഉച്ചക്ഷേത്രമാണ്, 28 അത്യുച്ചവും. വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം കർക്കിടകൻ രാശിയാണ്, ആദ്യത്തെ 5 ഭാഗ, 5ാം ഭാഗ പരമോച്ചമെന്നും പറയും. ബുധന് ഉച്ചക്ഷേത്രം കന്നിയിലെ ആദ്യത്തെ 15 ഭാഗ, 15ാം ഭാഗ പരമോച്ചവുമാണ്. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനരാശിയിലെ 27ാം ഭാഗയും
20-ാം ഭാഗം അത്യുച്ഛവുമാണ്. തുലാം രാശിയിലെ 20 ഭാഗം വരെ ശനിയുടെ ഉച്ചക്ഷേത്രമാണ്. രാഹുവിൻ്റെ ഉച്ചക്ഷേത്രം ഇടവൻ രാശിയും കേതുവിൻ്റേത് വൃശ്ചികവുമാണ്. ഉച്ചക്ഷേത്രം പോലെ തന്നെ ഗ്രഹങ്ങൾക്ക് നീചക്ഷേത്രവുമുണ്ട്. ഉച്ചക്ഷേത്രത്തിലെ പൂർണ്ണബലം പോലെ അതിൻ്റെ 7-ാം രാശി നീചക്ഷേത്രമാണ്. അവിടെ ഗ്രഹങ്ങൾക്ക് യാതൊരു ബലവും ഉണ്ടാകില്ല. അതുപോലെ പരമോച്ഛ ഭാഗയുടെ 7-ാം രാശിയിലെ അതേ ഭാഗ അതിനീചവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ സൂര്യന് തുലാം, ചന്ദ്രന് വൃശ്ചികം, കുജന് കർക്കിടകം, ബുധന് മീനം, വ്യാഴന് മകരം, ശുക്രന് കന്നി, ശനിക്ക് മേടം എന്നീ രാശികൾ നീചരാശികളാണ്. ഒരു രാശിയിലെ ചില ഭാഗങ്ങളിലാണ് ഉച്ചനീചത്വം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും ഗ്രഹങ്ങളെ സംബന്ധിച്ച് ഉച്ചരാശി മുഴുവനും ബലമുള്ളതായും നീചരാശി തീരെ ബലമില്ലാത്ത രാശികളായും കണക്കാക്കപ്പെടുന്നു. ഇനി ഗ്രഹങ്ങളുടെ ശത്രുമിത്രാവസ്ഥയെപ്പറ്റി പറയാം. ഓരോ ഗ്രഹത്തിനും മറ്റ് ഗ്രഹങ്ങളുമായി ബന്ധുത്വവും ശത്രുത്വവുമുണ്ട്. ജാതകം, പൊരുത്തം എന്നിവയിൽ ഗ്രഹങ്ങളുടെ ബന്ധു ശത്രുഭാവങ്ങൾക്ക് പ്രത്യേകമായ നിർണായകമായ പങ്കുണ്ട്. മാറ്റമില്ലാത്ത ബന്ധുഭാവങ്ങളെ നിസർഗബന്ധു എന്ന് പറയുന്നു. സൂര്യന് വ്യാഴം, ചന്ദ്രൻ, ചൊവ്വ ബന്ധുക്കൾ. ശുക്രൻ, ശനി ശത്രു, ബുധൻ സമൻ. ചന്ദ്രന് സൂര്യനും ബുധനും ബന്ധു, ചന്ദ്രന് ശത്രുക്കളില്ല. ചന്ദ്രന് ചൊവ്വയും ശുക്രനും വ്യാഴവും ശനിയും സമന്മാർ. കുജന് വ്യാഴം, സൂര്യൻ, ചന്ദ്രൻ ബന്ധു, ബുധൻ ശത്രു, ശനി, ശുക്രൻ സമന്മാർ. ബുധന് ശുക്രൻ, സൂര്യൻ ബന്ധു, ചന്ദ്രൻ ശത്രു, ചൊവ്വ, വ്യാഴം, ശനി സമന്മാർ. വ്യാഴന് സൂര്യൻ, ചന്ദ്രൻ, കുജൻ ബന്ധു, ശുക്രൻ, ബുധൻ ശത്രു, ശനി സമൻ. ശുക്രന് ബുധൻ, ശനി ബന്ധു, സൂര്യൻ, ചന്ദ്രൻ ശത്രു, ചൊവ്വ, വ്യാഴം സമൻ. ശനിക്ക് ബുധനും ശുക്രനും ബന്ധു, സൂര്യനും ചന്ദ്രനും കുജനും ശത്രു, വ്യാഴൻ സമൻ. രാഹു കേതുക്കൾക്ക് ബുധൻ, ശുക്രൻ, ശനി ബന്ധു, സൂര്യൻ, ചന്ദ്രൻ, വ്യാഴൻ ശത്രു, ചൊവ്വ സമൻ. ഇങ്ങനെയാണ്. താൽക്കാലികമായ ബന്ധുശത്രുത്വം മറ്റു തരത്തിലാണ്. ഏതു ഗ്രഹത്തിനും അവ നിൽക്കുന്ന രാശിക്ക് തൊട്ടു മുന്നിലും പിന്നിലുമുള്ള 3 രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ തൽക്കാല ബന്ധുക്കളും മറ്റു രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ താൽക്കാലിക ശത്രുക്കളുമാണ്. നിസർഗ ശത്രു തൽക്കാല ബന്ധുവായാൽ സമനാവുകയും നിസർഗ ബന്ധു തൽക്കാല ശത്രുവായാൽ ഫലം കുറഞ്ഞ് സമനാകുന്നതുമാണ്. എന്നാൽ നിസർഗ ബന്ധു തൽക്കാല ബന്ധു കൂടിയായാൽ തീർച്ചയായും അതിൻ്റെ ഗുണം വർദ്ധിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. അതുപോലെ നിസർഗ ശത്രു തൽക്കാല ശത്രു കൂടിയായാൽ ദോഷം കൂടുകയും അതിശത്രുവായും ഭവിക്കുന്നു. അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.